ഗൾഫ് ഓഫ് ഒമാനിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോര് കടലിൽ അതിരൂക്ഷമാവുകയാണ്. ഒരു ഭാഗത്ത് ഒരു രാജ്യത്തിന്റെ കപ്പൽ പിടിച്ചെടുക്കുന്നു, മറുഭാഗത്ത് സൈനികമായി തിരിച്ചടിച്ചെന്ന് അവകാശപ്പെടുന്നു. സമാധാന ചർച്ചകൾ നടക്കുമോ ഇല്ലയോ എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. ചുരുക്കത്തിൽ കടലിൽ വ്യാപക സംഘർഷമാണ്. എന്നാൽ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന കാര്യത്തിൽ ഒന്നിനും ഒരു വ്യക്തതയും ഇല്ല. ഗൾഫ് ഓഫ് ഒമാനിൽ ഇറാന്റെ പതാകയേന്തിയ ടൂസ്ക എന്ന കൂറ്റൻ വാണിജ്യ കപ്പൽ അമേരിക്കൻ നാവികസേന പിടിച്ചെടുത്തതാണ് പുതിയ പ്രകോപനങ്ങൾക്ക് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. കപ്പൽ പിടിച്ചെടുത്തതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. 900 അടിയോളം നീളമുള്ള ഒരു വിമാനവാഹിനി കപ്പലിനോളം വലിപ്പമുള്ള ഈ കപ്പൽ അമേരിക്കയുടെ നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ചു എന്നാണ് ട്രംപിന്റെ വാദം. മുന്നറിയിപ്പുകൾ നൽകിയിട്ടും അവഗണിച്ചപ്പോൾ USS പ്രൂവൻസ് എന്ന അമേരിക്കൻ യുദ്ധക്കപ്പൽ ടൂസ്കയുടെ എഞ്ചിൻ റൂമിലേക്ക് വെടിയുതിർത്തതാണ് അവരെ തടഞ്ഞു നിർത്തിയത്. ഇപ്പോൾ കപ്പൽ US മറൈൻസിന്റെ കസ്റ്റഡിയിലാണ്. എന്നാൽ ഇതിന് പിന്നാലെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് ഉണ്ടായത്. അതായത് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ തങ്ങൾ പ്രത്യാക്രമണം നടത്തിയതായി തിങ്കളാഴ്ച ഏപ്രിൽ 20 ഇറാന്റെ ഉന്നത സൈനിക കമാൻഡ് അവകാശപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആദ്യഘട്ട സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക അടുത്തിടെ നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇറാൻ തുറമുഖങ്ങളിലേക്ക് പോകുന്നതും വരുന്നതുമായിട്ടുള്ള കപ്പലുകളെയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. അനധികൃത പ്രവർത്തനങ്ങളുടെ മുൻ ചരിത്രം ഉള്ളതിനാൽ US ട്രഷറിയുടെ ഉപരോധ പട്ടികയിൽ നേരത്തെ തന്നെ ഇടം പിടിച്ച ഒരു കപ്പലാണ് ടൂസ്ക എന്ന് പറയുന്നത്. എന്നാൽ തങ്ങളുടെ കപ്പൽ പിടിച്ചെടുത്ത അമേരിക്കൻ നടപടിയെ സായുധ കടൽ കൊള്ള എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. ഇതിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഏപ്രിൽ 22 അവസാനിക്കാനിരിക്കുന്ന വെടിനിർത്തൽ കരാർ നിലനിൽക്കുകയാണ് ഈ സൈനിക നീക്കങ്ങൾ നടക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വൈരുദ്ധ്യം എന്ന് പറയാൻ കഴിയുന്നത്. ഏപ്രിൽ 21 ചൊവ്വാഴ്ച പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ 2ാം വട്ട സമാധാന ചർച്ചകൾ നടക്കേണ്ടതായിരുന്നു. എന്നാൽ അമേരിക്കയുടെ അമിതമായ ആവശ്യങ്ങളും അപ്രായോഗികമായിട്ടുള്ള പ്രതീക്ഷകളും ചൂണ്ടിക്കാട്ടി ഈ ചർച്ചയിൽ നിന്ന് ഇറാൻ ഞായറാഴ്ച പിന്മാറി. അമേരിക്കയുടെ നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങളും തുടരുന്ന നാവിക ഉപരോധവും വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ആയിട്ടുള്ള IRNA വ്യക്തമാക്കിയത്. എന്നാൽ നയതന്ത്ര നാടകം അവിടെ തീരുന്നില്ല. ഇറാൻ ചർച്ചകൾ നിരസിച്ചെങ്കിലും വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സംഘം ഇസ്ലാമാബാദിലേക്ക് തിരിക്കുമെന്നാണ് വൈറ്റ് ഹൗസ് നേരിട്ട് അറിയിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലേക്കുള്ള US പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകനും സമാധാന ദൂതനുമായിട്ടുള്ള ജാരേഡ് കുഷ്ണർ എന്നിവരും ഈ സംഘത്തിലുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ചർച്ചകൾക്കായി പാകിസ്ഥാൻ തലസ്ഥാനത്ത് സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടെ നയതന്ത്രത്തിൽ ഒരു പിന്മാറ്റവുമില്ല എന്ന് ഇറാന്റെ മുഖ്യ മധ്യസ്ഥനായിട്ടുള്ള മുഹമ്മദ് ബാഖർ കാലിബാഫ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയൊരു വിടവ് നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുമുണ്ട്. ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾക്കായി അമേരിക്കൻ പ്രതിനിധികൾ വിമാനം കയറുമ്പോൾ മറുഭാഗത്ത് കടലിൽ ഇതേ രാജ്യങ്ങൾ പരസ്പരം മിസൈലുകൾ പ്രയോഗിക്കുകയാണ്. സൈനികവും നയതന്ത്രപരവുമായിട്ടുള്ള നീക്കങ്ങൾ തികച്ചും വിപരീത ദിശകളിൽ ഒരേ സമയം സഞ്ചരിക്കുമ്പോൾ ഈ പ്രതിസന്ധി എങ്ങനെ അവസാനിക്കുമെന്ന് പ്രവചിക്കുക തീർത്തും അസാധ്യമാണ്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വാർത്തകൾ തുടരുന്നു. ന്യൂസ് ഡെസ്ക്.